ഒരു ഡെലീഷ്യസ് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? രണ്ട് കിടിലം ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ്. ഈ ഫ്രഷ് ക്രീം നമ്മൾ ഐസ്ക്രീംസിൻ്റെ കൂടെ മാത്രമല്ല, നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോൾ, അതുപോലെ തന്നെ ബാജി കറിയിൽ, ചെറുപയർ കറിയിലൊക്കെ ചേർക്കുന്നത് കറിയുടെ രുചി കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാൻ അമൂല്യയുടെ 2 പാക്ക് ഡയറി വൈറ്റ്നർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള നല്ല മധുരമുള്ള നല്ല പഴുത്ത ഫ്രൂട്ടാണ്. അപ്പം ഞാനിവിടെ പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മധുരത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർക്കാം. പിന്നെ നമ്മൾ ഇതെല്ലാം തന്നെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് കിട്ടുക. അപ്പോൾ അത് ഒന്നുകിൽ അങ്ങനെ തന്നെ നമുക്ക് എടുത്തു വയ്ക്കാം. പിന്നെ ഞാൻ കുറച്ചും കൂടി എനിക്ക് ക്വാണ്ടിറ്റി കൂട്ടാനായിട്ട്, നമുക്ക് അളവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാല് ചേർക്കാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ കുറച്ചും കൂടി പാല് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇതിന് ഇഷ്ടത്തിനനുസരിച്ചിട്ടോ ഈ ക്രീംസൊക്കെ വേണമെങ്കിൽ, ഞാനിപ്പോൾ മുഴുവൻ ക്രീമൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനൊരു പകുതി ക്രീമേ ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങൾക്ക് പഞ്ചസാരയാണെങ്കിലും മധുരമാണെങ്കിലൊക്കെ ഓരോരുത്തർ രീതിയിൽ ഉണ്ടാക്കുക. പിന്നെ ഞാനൊരു ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഡ്രൈ നട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ഐസ്ക്രീം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്.